നമസ്കാരം 10ാം ക്ലാസ്സിലെ കൂട്ടുകാരെ, എല്ലാവർക്കും സെഗ സ്റ്റഡീസിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ IT എക്സാം അടുത്ത് വരികയാണ്. നിങ്ങൾക്ക് IT തിയറി ബുദ്ധിമുട്ടായി തോന്നാറുണ്ടോ? എന്നാൽ ഭയപ്പെടേണ്ട. സെഗ സ്റ്റഡീസ് എല്ലാ ചാപ്റ്ററിൻ്റെയും ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ 6ാമത്തെ ചാപ്റ്ററിൻ്റെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് ഷെയർ ചെയ്യുന്നത്. 1ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എ വയർലെസ് നെറ്റ്വർക്കിംഗ് സിസ്റ്റം ദാറ്റ് മേക്സ് യൂസ് ഓഫ് ലൈറ്റ് ഈസ് കോൾഡ്. അതായത് ലൈറ്റ് ഉപയോഗിക്കുന്ന വയർലെസ് നെറ്റ്വർക്കിംഗ് സിസ്റ്റം ഏതാണ്? LIFI എന്നതാണ് ആൻസർ. 2ാമത്തെ ചോദ്യം, ദ ഫുൾ ഫോം ഓഫ് വൈഫൈ. കൂട്ടുകാർക്ക് അറിയായിരിക്കും വൈഫൈയുടെ ഫുൾ ഫോം എന്താണ്? വയർലെസ് ഫിഡലിറ്റി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബേസ്ഡ് ഓൺ വിച്ച് പ്രോട്ടോകോൾ ഈസ് ദ IP അഡ്രസ് ഗിവൺ ടു എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിന് IP അഡ്രസ് നൽകുന്നതിനുള്ള പ്രോട്ടോകോൾ ഏതാണ്? TCP/IP എന്നതാണ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോവിങ് എന്നുള്ള ക്വസ്റ്റ്യനെ കൊടുത്തിരിക്കാൻ നിങ്ങൾക്ക് എക്സാമിന് ഒത്തിരി ഓപ്ഷൻസ് തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ക്വാണ്ടം GIS എന്നുള്ളത് സെലക്ട് ചെയ്ത് എഴുതാം. ഏതാണ് ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സോഫ്റ്റ്വെയർ സിസ്റ്റം എന്നാണ് ചോദ്യം. ആൻസർ ക്വാണ്ടം GIS എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ കണക്ടർ വിച്ച് ഈസ് യൂസ്ഡ് ടു ലിങ്ക് മോഡം വിത്ത് ദ ടെലഫോൺ നെറ്റ്വർക്ക് ഈസ്. ഇവിടെ മോഡം എന്നാണ് കൂട്ടുകാർ വായിക്കേണ്ടത്. MODERN എന്നെഴുതിയിരിക്കുന്നത് തെറ്റാണ്. MODEM എന്ന് തന്നെ കൂട്ടുകാർ മനസ്സിലാക്കുക. മോഡം. ദ കണക്ടർ വിച്ച് ഈസ് യൂസ്ഡ് ടു ലിങ്ക് മോഡം വിത്ത് ടെലഫോൺ നെറ്റ്വർക്ക്. അതായത് ടെലഫോൺ നെറ്റ്വർക്കിൽ മോഡം കണക്റ്റ് ചെയ്യുന്നതിനുള്ള കണക്ടറിൻ്റെ പേരെന്തെന്നാണ് ചോദിക്കുന്നത്. അതായത് മോഡത്തിനെ ടെലഫോൺ നെറ്റ്വർക്കുമായി നമ്മൾ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണക്ടറിൻ്റെ പേരെന്താണ്? ആൻസർ RJ11 എന്നാണ്. അടുത്ത ചോദ്യം, സിസ്റ്റം ദാറ്റ് ഇൻ്റർ കണക്ട്സ് കമ്പ്യൂട്ടർ ഇൻസൈഡ് എ റൂം ഓർ ബിൽഡിംഗ്. ഒരു മുറിയിലോ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിലോ ഉള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ പേരാണ് ചോദിക്കുന്നത്. ആൻസർ LAN എന്നാണ്. കൃഷ്ണേന്ദു ഈസ് പ്രിപ്പയറിംഗ് എ മാപ്പ് ഇൻ ക്വാണ്ടം GIS. ഷീ ബിൽറ്റ് എ ന്യൂ വെക്റ്റർ ലെയർ. സെലക്ടിംഗ് ദ ലെയർ ടൈപ്പ് പോയിൻറ്റ് വിച്ച് ഇൻഫർമേഷൻ ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് ലെയർ. കൃഷ്ണേന്ദു എന്താ ചെയ്യുന്നത്? ക്വാണ്ടം GIS ഒരു മാപ്പ് തയ്യാറാക്കുകയാണ്. ഷീ ബിൽറ്റ് എ വെക്റ്റർ ലെയർ സെലക്ടിംഗ് ദ ലെയർ ടൈപ്പ്. അവൾ സെലക്ട് ചെയ്ത ലെയർ ടൈപ്പിൽ ഏത് ഇൻഫർമേഷനാണ് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുക? വെൽസ് ആൻഡ് ഹൗസസ് എന്നാണ് ആൻസർ. വെൽ ആൻഡ് കിണറും എന്താണ്? വീടും. വെൽ ആൻഡ് ഹൗസ്. Which of the following is used to create the images of map opened in quantum GIS software? Which of the following is used to create image of map? അതായത് ക്വാണ്ടം GIS സോഫ്റ്റ്വെയറിൽ മാപ്പ് ഇമേജ് സൃഷ്ടിക്കാൻ എന്താണ് ഉപയോഗിക്കേണ്ടത്? ന്യൂ പ്രിൻ്റ് കമ്പോസറാണ് ഉപയോഗിക്കേണ്ടത്. ക്വാണ്ടം GIS സോഫ്റ്റ്വെയറിൽ മാപ്പ് ഇമേജ് നിർമ്മിക്കാൻ നിങ്ങൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? അത് ന്യൂ പ്രിൻ്റ് കമ്പോസറാണ് ഉപയോഗിക്കേണ്ടത്. മെൻഷൻ ദ യൂസ് ഓഫ് ടൂൾ B ഇൻ സൺ ക്ലോക്ക് സോഫ്റ്റ്വെയർ. സൺ ക്ലോക്ക് സോഫ്റ്റ്വെയറിൽ ടൂൾ Bയുടെ ഉപയോഗം എന്താണ്? ടു ചേഞ്ച് ദ ടൈം ബാക്ക്വേർഡ് ഇൻ സൺ ക്ലോക്ക്. സൺ ക്ലോക്കിലെ സമയം പിന്നിലേക്ക് മാറ്റാനാണ് ടൂൾ B ഉപയോഗിക്കുന്നത്. Which of the following type of layer is used to mark the reverse in map prepared quantum GIS software?
ക്വാണ്ടം GIS സോഫ്റ്റ്വെയറിൽ മാപ്പ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ റിവേഴ്സ് അടയാളപ്പെടുത്താൻ എന്താണ് ഉപയോഗിക്കേണ്ടത്? അത് ലൈനാണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ചോദ്യം, വിപിൻ ഈസ് ക്രിയേറ്റിംഗ് എ പോസ്റ്റർ ഇൻ ഇങ്ക്സ്കേപ്പ്. വിപിൻ ഇങ്ക്സ്കേപ്പിൽ ഒരു പോസ്റ്റർ നിർമ്മിക്കുകയാണ്. ഹി ഹാസ് ക്രിയേറ്റഡ് 2 ഒബ്ജക്റ്റ്. അവൻ 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. നൗ ഹി വാണ്ട്സ് ടു ബ്രിങ് ഫസ്റ്റ് ഒബ്ജക്റ്റ് എബോ സെക്കൻഡ് ഒബ്ജക്റ്റ്. ഇപ്പോൾ അവന് ആദ്യത്തെ ഒബ്ജക്റ്റ് രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് വെക്കണം. വിച്ച് ഓപ്ഷൻ ക്യാൻ ബി യൂസ്ഡ്? അവൻ ഏത് ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്? റൈസ് എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇമേജ് ഫയൽ ഫോർമാറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്തൗട്ട് ക്ലാരിറ്റി ലോസ് ഇൻ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ? ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ വ്യക്തത നഷ്ടപ്പെടാതെ ഏത് ഇമേജ് ഫയൽ ഫോർമാറ്റാണ് ഉപയോഗിക്കാൻ പറ്റുക? ആൻസർ SVG എന്നതാണ്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ കമാൻഡ് യൂസ്ഡ് ടു കളർ ജിയോമെട്രിക്കൽ ഡയഗ്രാംസ് ഇൻ പൈത്തൺ പ്രോഗ്രാം? പൈത്തൺ പ്രോഗ്രാമിലെ കളർ ജിയോമെട്രിക്കൽ പ്രോഗ്രാമിൽ എന്ത് കമാൻഡാണ് നമ്മൾ കൊടുക്കേണ്ടത്? കളർ എന്ന കമാൻഡ് തന്നെയാണ് കൊടുക്കേണ്ടത്. വിച്ച് ഈസ് ദ ഫസ്റ്റ് കമാൻഡ് ടു ബി ഗിവൺ പൈത്തൺ ഗ്രാഫിക്കൽ പ്രോഗ്രാം? പൈത്തൺ ഗ്രാഫിക് പ്രോഗ്രാമിൽ ഫസ്റ്റ് കമാൻഡ് ഏതാണെന്നാണ് ചോദ്യം. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ടാണ് ആൻസർ. വിച്ച് ഈസ് ആൻ അഡീഷണൽ സോഫ്റ്റ്വെയർ യൂസ്ഡ് ടു ക്രിയേറ്റ് ജിയോമെട്രിക്കൽ ഷേപ്സ് ഇൻ പൈത്തൺ പ്രോഗ്രാം? പൈത്തൺ പ്രോഗ്രാമിലെ ജിയോമെട്രിക്കൽ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തതിനാൽ ഏത് അഡീഷണൽ സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കേണ്ടത്? ആൻസർ ടർട്ടിലാണ്. ദ കമാൻഡ് യൂസ്ഡ് ടു ടേൺ ടർട്ടിൽ 45 ഡിഗ്രി റൈറ്റ്. അപ്പോൾ 45 ഡിഗ്രി റൈറ്റ് ടർട്ടിൽ തിരിക്കാൻ വേണ്ടി ഏത് കമാൻഡാണ് കൊടുക്കേണ്ടത്? RT45 ആണ്. വിച്ച് കമാൻഡ് ടു റൊട്ടേറ്റ് ദ ടർട്ടിൽ 90 ഡിഗ്രി ടു ദ റൈറ്റ് ഇൻ പൈത്തൺ ഗ്രാഫിക് പ്രോഗ്രാം? അപ്പോൾ 90 ഡിഗ്രി തിരിക്കാനോ ഏത് കമാൻഡാണ് കൊടുക്കേണ്ടത്? RT90 എന്നുള്ള കമാൻഡാണ് കൊടുക്കേണ്ടത്. വിച്ച് ഈസ് ദ പ്രോസസ് ഇൻക്ലൂഡ് ദ ടേബിൾ കണ്ടൻറ്റ് ഇൻ എ വേർഡ് പ്രോസസ്സർ ഡോക്യുമെൻറ്റ്? ഒരു വേർഡ് പ്രോസസ്സസ് ഡോക്യുമെൻറ്റിൽ ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുന്നതിനുള്ള പ്രക്രിയയാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസർട്ട്, ഇൻഡെക്സസ് ആൻഡ് ടേബിളാണ് ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ മാനർ ഓഫ് ഡിഫൈനിങ് മാർജിൻ ഫോൺസ് ആൻഡ് കളേഴ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു മേക്ക് വെബ് പേജ് അട്രാക്റ്റീവ് റെഫർ ടു? അപ്പോൾ വെബ് പേജ് അട്രാക്റ്റീവ് എന്താ ഉപയോഗിക്കേണ്ടത്? സ്റ്റൈൽസ് ആണല്ലേ. ആൻ ഇൻസ്റ്റൻറ്റ് ഇൻ വിച്ച് മെയിൽ മെർജ് ക്യാൻ ബി യൂസ്ഡ്? അപ്പോൾ മെയിൽ മെർജ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മെയിൽ മെർജ് ടു പ്രിപ്പയർ ആൻ ID കാർഡ് യൂസിങ് എ ടേബിൾ. അപ്പോൾ മെയിൽ മെർജ് എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? ഓർമ്മിച്ച് വയ്ക്കുക. ടു പ്രിപ്പയർ ആൻ ID കാർഡ് യൂസിങ് എ ടേബിൾ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ഗിവ് സ്റ്റൈൽ ഫോർ സെവറൽ പേജസ് വെൻ വി ക്രിയേറ്റ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ഗിവ് സ്റ്റൈൽ ആൻഡ് സെവറൽ സ്റ്റൈൽസ്? ഏതാണ്? കാസ്കാഡിംഗ് സ്റ്റൈൽ ഷീറ്റാണ് അവിടെ ഉപയോഗിക്കേണ്ടത് വെബ് പേജ് നിർമ്മിക്കുമ്പോൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ക്യാൻ ബി ചേഞ്ച്ഡ് ടു മോഡിഫൈ ദ ഫ്രണ്ട് സ്റ്റൈൽ ഓഫ് ഹെഡിങ് ഇൻ എ പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർഡ് ഇൻ ഇംഗ്ലീഷ് യൂസിങ് വേർഡ് പ്രോസസ്സർ? which can be changed to modify the front style of heading in a project report prepared in English using word processor. ഏത് ഫ്രോണ്ട് സ്റ്റൈലാണ് ഉപയോഗിക്കേണ്ടത്? ഏതാണ്? വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ടാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. വേർഡ് പ്രോസസ്സർ. ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിച്ചു നോക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. പഠിച്ചതിന് ശേഷം നന്നായി പ്രിപ്പയർ ചെയ്തതിന് ശേഷം കൂട്ടുകാർ എക്സാം എഴുതുക. എക്സാം എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ബെസ്റ്റ് വിഷസ്. ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് സെഗ സ്റ്റഡീസ്.